പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 28ാം പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി പദയാത്രകൾ പാലയൂരിൽ എത്തിത്തുടങ്ങി. 28ാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് മാർച്ച് 30 മുതൽ ആരംഭിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചതിനുശേഷം 5 മണിക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വള്ളൂരാന് മഹാതീർത്ഥാടനത്തിന്റെ പതാക കൈമാറി. തീർത്ഥാടനത്തിന്റെ മുഖ്യ പദയാത്രയോടൊപ്പം അതിരൂപതയിലെ 16 ഫൊറോനകളെ പ്രതിനിധീകരിച്ച് 11 മേഖലാ പദയാത്രകൾ പാലയൂരിലെത്തി. ചേലക്കര, വടക്കാഞ്ചേരി, കോട്ടേക്കാട്, വേലൂർ, പട്ടിക്കാട്, പുത്തൂർ, ഒല്ലൂർ, മറ്റം, പഴുവിൽ, കണ്ടാശാങ്കടവ്, നിർമ്മലപുരം എന്നീ മേഖലകളിൽ നിന്ന് 11 മണിക്ക് പദയാത്രകൾ പാലയൂരിലെത്തിച്ചേർന്നു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഠാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പാലയൂരിലെത്തിച്ചേർന്ന മുഖ്യ പദയാത്രയുടെ പതാക പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി. അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ചണിചേർന്നുകൊണ്ട് എത്തിച്ചേർന്ന പദയാത്രകളിലെ പേപ്പൽ പതാക പാലയൂർ സഹവികാരി ക്ലിന്റ് പാണങ്ങാട്, ജനറൽ കൺവീനർ ജോൺ പോൾ ചെമ്മണ്ണൂർ തുടങ്ങി വിവിധ വികാരിമാർ ചേർന്ന് ഏറ്റുവാങ്ങി വേദിയിൽ സമാപിച്ചു. തീർത്ഥാടനത്തിന്റെ ഭാഗമായി 30,000-ഓളം പേർക്കുള്ള നേർച്ചകഞ്ഞിയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്.